السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തന്നല്ലേ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ഓരോരോ ദിവസം ഇങ്ങനെ എണ്ണിയും കൊണ്ടിരിക്കുകയാണല്ലേ. പുണ്യ റബീഇലേക്ക് അടുക്കുന്നതാ, അല്ലെങ്കിൽ പുണ്യ റബീഇ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരോ നിമിഷങ്ങളെയും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അള്ളാഹു ഖബൂലാക്കട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ, ഒരുപാട് സ്വലാത്തുകൾ ജീവിതത്തിൽ പതിവാക്കാൻ പടച്ചോന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഓൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിക്കീങ്ങളിൽ, അവിടുത്തെ മുഹബ്ബീങ്ങളിൽ, യഥാർത്ഥ പ്രേമികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരത്ഭുത സ്വലാത്താണ്. സ്വലാത്ത് മേ ബി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാ മാനസിക, എല്ലാ ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള ശമനം ഈ സ്വലാത്തിലുണ്ട് എന്നുള്ളതാണ് ഈ സ്വലാത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സ്വലാത്തിൻ്റെ പ്രധാന ഗുണം എന്നുള്ളത്. എല്ലാ നിലക്കും നമുക്കെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനുള്ള ശിഫ ഈ ഒരു സ്വലാത്തിലുണ്ട്. നമുക്ക് എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ അത് മാറാനുള്ള മരുന്ന് ഈ സ്വലാത്തിലുണ്ട്. നമുക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനുള്ള, അത് നീങ്ങാനുള്ള ഒരു സൊല്യൂഷൻ ഈ സ്വലാത്തിലുണ്ട്. നമുക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഡിപ്രഷനുകൾ, സാഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങാനുള്ള ഒരു സൊല്യൂഷൻ, അത് നീങ്ങാനുള്ള പരിഹാരവും ഈ സ്വലാത്തിലുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. അത്രക്കും എഫക്റ്റീവാണ് ശരിക്കും ഈ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ പതിവാക്കാൻ നമുക്ക് കഴിഞ്ഞാലേ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാ തരത്തിലുമുള്ള സൊല്യൂഷൻ, എല്ലാ തരത്തിലുമുള്ള പ്രതിവിധി ഈ സ്വലാത്തിലൂടെ നമുക്ക് തരും എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്താണെങ്കിലും സ്വലാത്തിൻ്റെ പേര് സ്വലാത്തു തിബ് എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് സ്വലാത്ത് എന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ള സ്വലാത്ത്, രോഗശമനത്തിനുള്ള സ്വലാത്ത്. ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ബാഹ്യവും ആന്തരികവും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് എന്നുള്ളതാണ്. ഏത് രോഗത്തിനും ഒരാൾ 2000 പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹത്തോടെ അതിന് ശിഫ കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? മറ്റൊരു റിപ്പോർട്ടിൽ 400 പ്രാവശ്യം എന്നും നമുക്ക് കാണാൻ കഴിയും. ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ വലിയ രോഗം ഉണ്ടെങ്കിൽ, വലിയ മാറാത്ത രോഗിയാവട്ടെ, അല്ലെങ്കിൽ ഡോക്ടർമാർ ഒഴിവാക്കിയ ഇനി ഇതിന് ശുശ്രൂഷ, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ രോഗമാവട്ടെ, എന്ത് വലിയ രോഗമാണെങ്കിലും മനസ്സറിഞ്ഞിട്ട് ആ ഒരു രോഗം നിയത്ത് ചെയ്ത് അത് മാറണമെന്ന ഉദ്ദേശത്തോടു കൂടെ, ലക്ഷ്യത്തോടു കൂടെ ഈ ഒരു സ്വലാത്ത് ഒരാൾ 2000 പ്രാവശ്യം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് പടച്ചോൻ ഒരു അനുഗ്രഹം കൊണ്ട് ശിഫ കൊടുക്കുന്ന 400 പ്രാവശ്യം എന്നും മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മറ്റും ഒരുപാട് വലിയ ഫലങ്ങളുള്ള ഒരു സ്വലാത്താണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ചുരുക്കമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. സാമ്പത്തികവും ശാരീരികവും മാനസികപരവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള, അല്ലെങ്കിൽ എല്ലാ പ്രയാസങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ഈ സ്വലാത്തിലുണ്ട് എന്നുള്ളതാണ്. ഇനി സ്വലാത്ത് പറഞ്ഞുതരാം. ഇതാണ് സ്വലാത്ത്. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. هدانا صلاة. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.